പ്രോഗ്രാം ആൻഡ് പ്രോഗ്രാം. You must be here by 12 p.m. ഇത് ചെയ്തേ പറ്റുള്ളൂ, ഇതിന്റെ കടമയാണ്. ഫ്യൂച്ചറിൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈമിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചേക്കാം. Let's drive in today's rain. Let's drive in the rain today. അവൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. Run after വെച്ചൊരു സെന്റൻസ് യൂസ് ചെയ്യൂ. Don't run after material things. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ആൻഡ് വെൽക്കം ടു FAQ സെഷൻ. അപ്പോൾ നമ്മൾ ഇന്നും കോമന്റ് സെഷനിൽ കണ്ടിട്ടുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നീ ചോദിക്കല്ലേ ഫസ്റ്റ്? അതെ, ഓക്കെ. ഞാൻ എത്ര മണിക്ക് അവിടെ ഉണ്ടാവണം? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? അപ്പോൾ എത്ര മണിക്കെന്ന് കേൾക്കുമ്പോൾ എത്രാന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഡൻസി ഹൗ പറയാൻ വേണ്ടി. പക്ഷെ നമ്മൾ അറ്റ് വാട്ട് ടൈം ആണ്. അറ്റ് വാട്ട് ടൈം അങ്ങനെ ചോദിക്കാം. Should I be there? അറ്റ് വാട്ട് ടൈം ഷുഡ് ഐ ബി ദെയർ? എത്ര മണിക്കാണ് ഞാൻ അവിടെ ഉണ്ടാകേണ്ടത്, ഉണ്ടാവണം എന്തല്ലേ. അറ്റ് വാട്ട് ടൈം ഷുഡ് ഐ ബി ദെയർ? സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഗ്രാം ആൻഡ് പ്രോഗ്രാം? ആസ് ഇൻ ലൈക്ക് PRO GRAM and PROGRAMME. Okay. So basically it is PROGRAM എന്ന് പറയുന്നത് US വാല സ്പെല്ലിംഗ് ആണ്. ഓക്കെ, ഈവൻ കാനഡ ഓസ്ട്രേലിയൻ വാല സ്പെല്ലിങ്ങും PROGRAM ആണ്. ഓക്കെ, ആ സെയിം കാര്യം തന്നെ when it comes to British English it is PROGRAMME. ആ സെയിം കാര്യം കൊണ്ട് തന്നെ നമ്മളിപ്പം ലൈക്ക് സോഫ്റ്റ്വെയർ ഫീൽഡിലൊക്കെ we have both program and program. But I think ഈ കൂടുതലും യൂസ് ചെയ്യുന്നത് MME ആണ്. പ്രോഗ്രാം. കാരണം പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, പ്രോഗ്രാം എന്ന് പറയുന്നത് എന്തെങ്കിലും പരിപാടി അറേഞ്ച് ചെയ്യുന്നത്. പ്രോഗ്രാം ഈ MME എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ലാംഗ്വേജ്, അങ്ങനെയൊന്നും ഇല്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ബുക്ക് യു tried and which book you studied. കാരണം നമുക്ക് ഇതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. at that point people were like MME അതെ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് MME ആണെന്ന് പറഞ്ഞു. പക്ഷെ അല്ല, it's all about ഏത് രാജ്യത്തെ ഏത് പബ്ലിക്കേഷന്റെ ബുക്കാണ് നിങ്ങൾ റെഫർ ചെയ്തു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും എന്താ നിങ്ങൾ കണ്ടെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ UK ആണ് റെഫർ ചെയ്തെങ്കിൽ MME ആയിരിക്കും, US ആണെന്നുണ്ടെങ്കിൽ M ആയിരിക്കും. But it strictly means the same. Yeah, it's the same meaning. Yeah. Now third, okay. Will, must, will have, should, have to. ഇതിന്റെയൊക്കെ യൂസേജസ് കാറ്റഗറൈസ് ചെയ്യാം നമുക്ക്. ആദ്യം വേണ്ടി വരും. ഇത് പല സാധനങ്ങള് വില്ലും വിൽ ഹാവും പറയാം. വിൽ എന്ന് പറഞ്ഞാൽ സിംപ്ലി വി യൂസ് ടു ടോക്ക് അബൌട്ട് സംതിങ് ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഐ വിൽ കം ഹോം ടുമോറോ, ഞാൻ നാളെ വീട്ടിലെത്തും, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരും. സോ ദാറ്റ് ഈസ് വിൽ. വിൽ ഹാവ് ഇസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. നിങ്ങൾ പെർഫെക്റ്റ് ടെൻസിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ അയച്ചു തരാം, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ. അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കും. വിൽ ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഫ്യൂച്ചറിൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈമിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചേക്കാം, ഇങ്ങനെ സംഭവിച്ചേക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ദ ഷോപ്സ് വിൽ ഹാവ് ക്ലോസ്ഡ് വെൻ ഐ റീച്ച് ദെയർ. അതായത് ഞാൻ എത്തുമ്പോഴത്തേക്ക് ഷോപ്പ് അടച്ചിട്ടുണ്ടാകും എന്ന് പറയാണ്. സോ അതന്നെയാണ് നമ്മൾ വിൽ ഹാവ് യൂസ് ചെയ്യുന്നത്. ദെൻ ഷുഡ് ഈസ് യൂസ് ടു ടോക്ക് അബൌട്ട് അർജൻസി. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഒരു കമാൻഡായിട്ടോ അല്ലെങ്കിൽ ഒരു അർജൻറ്റായിട്ടോ ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. യു ഷുഡ് റീച്ച് ഹിയർ ബൈ 12 PM. 12 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തണം എന്നുള്ള രീതിയിൽ. പിന്നെ ഹാവ് ടു ഈസ് യൂസ് ടു ടോക്ക് അബൌട്ട് ഒബ്ലിഗേഷൻസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, യു ഹാവ് ടു ഡു ഇത് ചെയ്തേ പറ്റുള്ളൂ, ഇതിൻ്റെ കടമയാണ് എന്നുള്ള രീതിയിൽ. മസ്റ്റും എഗെയിൻ ഷുഡിന്റെ ഏകദേശം ഒരേ മീനിങ് ആണ്, നിർബന്ധമായിട്ട് ചെയ്യണം. യു മസ്റ്റ് റീച്ച് ഹിയർ. കുറച്ചുകൂടി നിർബന്ധമുള്ള കേസിൽ നമ്മൾ മസ്റ്റ് ആണ്. യു മസ്റ്റ് ബി ഹിയർ ബൈ 12 PM എന്ന് പറയുന്നത് കുറച്ചുകൂടി കമാൻഡിങ് ആണ്. അതാണ് മേജർ ഡിഫറൻസസ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കാം, ഐ ഹാവ് കോൾഡ് ഹിം ലേറ്റ്ലി. ഇസ് ദിസ് കറക്റ്റ്? യാ, ലൈക്ക് യെസ്. ലേറ്റ്ലിയുടെ മീനിങ് ബേസിക്കലി ഇതാണ്, റീസെന്റ് എന്നുള്ള പോലെയാണ് നമ്മൾ ലേറ്റ്ലി എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. lately എന്ന് കേൾക്കുമ്പോൾ പക്ഷേ it doesn't like I think it's because it's placed at the end of the sentence. Lately I've been calling him. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. So never. So, yes. I have heard this. I haven't called him lately. ഭയങ്കര കോമൺ ആണ്. Okay. I have called him lately. ഞാൻ റീസെന്റ് ആയിട്ട് അവനെ വിളിച്ചിട്ട് ഒത്തിരി കോമൺ അല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ സെന്റൻസ് കറക്റ്റ് ആണ്. റീസെന്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം. അതെ. Yeah, next one. Let's drive in today's rain.
ഫസ്റ്റ് ഓഫ് ഓൾ ടുഡേയുടെ കൂടെ എന്തിനാ ദ യൂസ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ്സ് എ മാഗസിൻ യു ഡോണ്ട് ഹാവ് ടു യൂസ് ദ ഇൻ ഫ്രണ്ട് ഓഫ് ടുഡേ. ആൻഡ് ദെൻ അഗെയിൻ ലെറ്റ്സ് ഡ്രൈവ് ഇൻ ദ റെയിൻ ടുഡേ എന്നാണ്. ടുഡേസ് റെയിൻ എന്ന് വെച്ചാൽ ഇന്നത്തെ മഴയെന്നാണ്. നമുക്ക് ബൈക്കിൽ നമുക്ക് ഇന്നത്തെ മഴയിൽ ഡ്രൈവ് ചെയ്യാൻ നമ്മൾ ലൈക്ക് മലയാളം ഓൾസോ ഡസന്റ് മേക്ക് സെൻസ്. മഴയത്ത് ഡ്രൈവ് ചെയ്യാം. അങ്ങനെ അത് മാത്രമല്ല, ഐ ബീൻ സേയിങ് ദിസ് അലോട്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ക്ലാസ്സസിൽ, സമയം എപ്പോഴും ഒന്നെങ്കിൽ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ കൊടുക്കുക, അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ ലാസ്റ്റിൽ കൊടുക്കുക. ഇങ്ങനെ മിഡിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ യുവർ സെൻറ്റൻസ് വിൽ ബി റോങ്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റൻസസ് ഉണ്ട്, വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ ഇൻ ടുഡേയ്സ് വേൾഡ് എന്നൊക്കെ നമ്മൾ പറയും, അല്ലാതെ ഇൻ ടുഡേയ്സ് റെയിൻ എന്നൊന്നും നമ്മൾ പറയില്ല. സോ ഓൾവേസ് യൂസ് ടൈം അറ്റ് ദ എൻഡ്. അപ്പം എങ്ങനെ നമ്മൾ പറയാം, ലെറ്റ്സ് ഡ്രൈവ് ഇൻ ദ റെയിൻ ടുഡേ, അങ്ങനെയാണ് പറയാം. ഓക്കെ, ഇനി അടുത്തത്, all fathers are sons but all sons don't have to be father. Yeah, It's like correct. Don't have to be there. But then yeah, like instead of saying it's not necessary that all sons be fathers, you could also say it this way, like it's a correct way to say it. No problem. There are also other ways to say it എന്ന് മാത്രം. ഓക്കെ, കുറച്ചുകൂടെയും നമ്മൾ അന്ന് വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, അത് കുറച്ചുകൂടിയും റിതം ഒക്കെ വരുന്ന രീതിയിൽ കുറച്ചുകൂടിയും റൈം ചെയ്യുന്നുണ്ടായിരുന്നു. Sounds good. അങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ആ സെന്റൻസ് ചൂസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് അവൻ, ഓക്കെ, ഇതൊരാൾ തന്നെ ചോദിച്ചിരിക്കുന്ന ഡൗട്ടാട്ടോ, 3 എണ്ണം ഉണ്ട്. അവൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, അവൾ അവിടെ ഇരുന്ന് കഴിക്കുകയായിരുന്നു, അവൻ അവിടെ നിന്ന് വരയ്ക്കുകയായിരുന്നു. ഓക്കെ, അവൻ, ഇതെല്ലാം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതെ, was or were plus ing form of the verb. അവൻ സിഗരറ്റ് വലിക്കുകയായിരുന്നു, he was smoking. അവൾ അവിടെ നിന്ന് കഴിക്കുകയായിരുന്നു, she was having food. അവൻ അവിടെ നിന്ന് വരയ്ക്കുകയായിരുന്നു, he was drawing. he was standing there and drawing എന്നൊന്നും പറയരുത്. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ബോറാണ് കേൾക്കുന്നത് തന്നെ. ഹി വാസ് ഡ്രോയിങ്. സ്റ്റാൻഡ് ആണോ സിറ്റ് ആണെന്നുള്ളതിൽ അവിടെ യാതൊരു ഇതും ഇല്ല, പ്രസക്തിയില്ല. ഹി വാസ് ഡ്രോയിങ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഥവാ നിങ്ങൾക്ക് അത് പറയണമെങ്കിൽ തന്നെ ഈ ടെൻസ് അല്ല യൂസ് ചെയ്യേണ്ടത്. വേർബിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ ഹീ സ്റ്റുഡ് ദെയർ വൈൽ ഡ്രോയിങ്, അങ്ങനെയൊക്കെ കൊടുക്കാം. അല്ലാതെ അതിലാണെങ്കിൽ ഹി വാസ് സ്റ്റാൻഡിങ് ദെയർ ആൻഡ് ഡ്രോയിങ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ സെൻറ്റൻസസ് അതിൻ്റെ ഭംഗിയേ പോകും. സോ ബെറ്റർ ടു സേ ഹി വാസ് ഡ്രോയിങ്, ജസ്റ്റ് പോയിന്റിലോട്ട് പറയാം. അടുത്ത് റൺ ആഫ്റ്റർ വെച്ചൊരു സെൻറ്റൻസ് യൂസ് ചെയ്യുമോ? ദ വൺ യു സെഡ്, ഡോണ്ട് റൺ ആഫ്റ്റർ മെറ്റീരിയൽ തിങ്സ്, എന്ന് വെച്ചാൽ ലൗകികമായിട്ടുള്ള സാധനങ്ങളുടെ പുറകെ പോകരുത് എന്നുള്ളതാണ്. And you can also say he ran after the best. Yeah. He was late and he had to run after the best. Yes. അതും പറയാം. Okay. ടീച്ചർ, ഐ ആം ഡൺ എന്ന് ഉപയോഗിക്കാറില്ലേ? അപ്പോൾ ആമിന്റെ കൂടെ അവിടെ V3 ഫോം അല്ലേ വരുന്നത്? ആമിന്റെ കൂടെ ഐ ആം ഡൺ ഇസ് എ യൂസേജ്. അതൊരു യൂസേജ് ആണ്, അതൊരു ഇഡിയമാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഐ ഹാവ് കംപ്ലീറ്റഡ്, അല്ലെങ്കിൽ ഐ കംപ്ലീറ്റഡ് മൈ വർക്കിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ആണ് ഐ എം ഡൺ. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഗ്രാമർ പാർട്ട്. ഓക്കെ, സോ ഒരിക്കലും ആമിന്റെ കൂടെ V3 വരില്ല. ഒന്നെങ്കിൽ ഇങ്ങനത്തെ യൂസേജസിന്റെ കൂടെ അല്ലെങ്കിൽ പാസീവ് വോയിസിന്റെ കൂടെ മാത്രമേ ആമിന്റെ കൂടെ V3 വരുള്ളൂ. ഓക്കെ, ഓക്കെ, സോറി. നെക്സ്റ്റ്, വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്താൽ അത് സിംഗുലർ അല്ലേ? വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്താൽ അത് സിംഗുലർ അല്ലേ? ഐ തിങ്ക് ഹി ഹാസ് ഡൗട്ട് വിത്ത് സിംഗുലർ വെർബ്, പ്ലൂറൽ വെർബ്. അതെന്താ സംഭവം? എനിക്കും ഇപ്പോൾ ഡൗട്ട് ഉണ്ട്. അതെന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ഒരു ഫോർ എക്സാമ്പിൾ ജോൺ എൻജോയ്സ് റീഡിങ് ബുക്ക്. ഇവിടെ ജോൺ ആണ് സബ്ജക്ട്. ഇറ്റ്സ് ക്ലിയർലി സിംഗുലർ സബ്ജക്ട്. കാരണം എന്താ, ഒരാളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്, സിംഗുലർ സബ്ജക്ട്. അപ്പൊ അതിനുശേഷം വന്ന വേർബിന്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ടില്ലേ, അപ്പം എൻജോയ്സ് എന്നായി അല്ലേ? അപ്പം ഒരു വേർബിന്റെ കൂടെ എസ് ആഡ് ചെയ്താൽ അത് സിംഗുലർ വേർബ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെ, വേർബിന്റെ കൂടെ എസ് ആഡ് ചെയ്താൽ സിംഗുലർ വേർബ് ആണ്. പക്ഷെ ലൈക്ക് അതിനവിടെ പ്രസക്തി ഇല്ല. സബ്ജക്റ്റ് അനുസരിച്ചാണ് വേർബ് ചേഞ്ച് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണോ ലൈക്ക് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഫോർ പീപ്പിൾ ഡസ് ഇറ്റ് മീൻ ദാറ്റ് നൗൺ, ഇപ്പോൾ ഒരു നൗൺ ഉണ്ട്, സേ ക്യാറ്റ്.
അത് എസ് കൂടുമ്പം ക്യാറ്റ്സ് ആവും. അതുപോലെ തന്നെയാണോ പ്ലൂറലിന്റെ കാര്യത്തിൽ എന്നാണോ ഇവരുടെ ഡൗട്ട്? അല്ല, അങ്ങനെയല്ല. പ്ലൂറലിന്റെ കാര്യത്തിൽ സിംഗുലർ സബ്ജക്റ്റിന്റെ വേർബിന്റെ കാര്യത്തിൽ സോറി ഇതിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഒരു വേർബ് വരുമ്പോൾ ആ വേർബിന് നമ്മൾ എസ് കൊടുത്ത് അതിനെ സിംഗുലർ വേർബ് ആക്കാണ്. അത്രേ ഉള്ളൂ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വരുന്ന വേർബ് സിംഗുലർ വേർബ് ആണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ നമ്മൾ എങ്ങനെയാണോ വിചാരിക്കുന്നത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇപ്പം ക്യാറ്റ്സ് എന്നുള്ളത് ക്യാറ്റ് പ്ലൂറലും സിംഗുലറും ക്യാറ്റ്സ് പ്ലൂറലും അല്ലേ? നേരെ തിരിച്ചാണ്. എൻജോയ് ഇസ് എ plural verb and enjoys is a singular verb. But verb as it is അതിന് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് പ്രസക്തിയില്ല. സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എസ്പെഷ്യലി വെൻ ഇറ്റ്സ് എ ആക്റ്റീവ് സെന്റൻസ്, സാധാരണ നമ്മൾ സംസാരിക്കുന്ന സെന്റൻസസിൽ. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ദ ലാസ്റ്റ് വൺ. ഓക്കെ, സോ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. സോ ഇഫ് യു ഹാവ് എനി മോർ ഡൗട്ട്സ് ലൈക്ക് ദിസ്, പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് us in the comment section and we'll definitely clear it out for you. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് ഒരു കാര്യം പറയണ്ടല്ലോ. യെസ്, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ആൻഡ് ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കൗൺസിലറിൻ്റെ വാട്സാപ്പിലോട്ടായിരിക്കും നേരെ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കോഴ്സിനെ കുറിച്ചുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ, ഫണ്ണി ഇൻട്രസ്റ്റിംഗ് വീഡിയോസിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ and Dax Abraham signing off from English Mitra. Thank you and have a great day. Bye bye. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.